भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാ, ഭാഗവതത്തിൽ അലിയാ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാ, ഭാഗവതത്തിൽ അലിയാ. ഭാഗവതത്തിൽ അലിയാ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീകൃഷ്ണൻ തൻ്റെ ഹാസം നിറയുമനുപമ സുന്ദര ചുണ്ടിലെന്നും രാഗത്തിൻ തേൻ ചുരത്തും മധുരമുരളിയെ ഞാനിതാ കൈതൊഴുന്നേൻ. സൗകര്യം കിട്ടുമെങ്കിൽ ഭവതി മുരളികയൊന്നു നീ ചൊല്ലിടേണം. ഞാനാകുന്നോരി ജന്മപ്പശുവിനുടെ കഥ നന്ദജൻ തൻ്റെ കാതിൽ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീമദ് ഭാഗവതം അറിയാൻ അലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 780ാമത്തെ ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ 24 ഗുരുക്കന്മാർ എന്ന ആ ഭാഗം ദത്താത്രേയ ഗീത, യദുമഹാരാജാവിന് ദത്താത്രേയൻ നൽകുന്ന ഉപദേശം, അത് തന്നെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാ തൻ്റെ പ്രിയ ഭൃത്യനും ഭക്തനുമായിരിക്കുന്ന ഉദ്ധവന് നൽകുന്ന ഉപദേശം. അതാണ് ശ്രീശുഖബ്രഹ്മർഷി പരീക്ഷത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ശൗനകാദി ഋഷീശ്വരന്മാർക്ക് ഉഗ്രശ്രവസ്വ എന്ന ആ സൂതൻ പൗരാണികൻ പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് ഈ കലിയുഗത്തിൽ നമ്മളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ പൃഥിവി വായുരാകാശ ആപോഗ്നിശ്ചന്ദ്രമാ രവി കപോത, ആദ്യത്തെ 8 ഗുരുനാഥന്മാരെ കുറിച്ചാണ് ഏകാദശ സ്കന്ധത്തിൻ്റെ 7ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. അതിൽ 7 ഗുരുക്കന്മാരുടെ കഥകളും അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തു പഠിച്ചു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അനുസ്മരിച്ചു. ഇന്ന് 8ാമത്തെ ഗുരുവായിരിക്കുന്ന ആ മാടപ്പിറാവ്, പ്രാവുകൾ, 2 പ്രാവുകൾ, ആ മാടപ്രാവുകളുടെ കഥ ഇതാണ് പറയണത്. കപോതി പ്രഥമം ഗർഭം ഗൃഹതി കാല ആഗതേ അണ്ഡാനി സുഷുവേ നീടേ സ്വപത്യു സന്നിധൗ സതി. പ്രഥമം ഗർഭം ഗൃഹതി, ഒന്നാമതായി ഗർഭം ധരിച്ച സതീ കപോതി, പതിവ്രതയായ ആ മാടപ്രാവ്, പെൺപ്രാവ്, കാലേ ആഗതേ, പ്രസവസമയം സമീപിച്ചപ്പോൾ, സ്വപത്യു, തൻ്റെ ഭർത്താവിൻ്റെ സന്നിധൗ, സമീപത്തിൽ, നീടേ അണ്ഡാനി സുഷുവേ, കൂട്ടിൽ മുട്ടകളെ മുട്ടകൾ ഇട്ടു തുടങ്ങി, അല്ലെങ്കിൽ മുട്ടകൾ പ്രസവിച്ചു എന്ന് വേണമെങ്കിൽ പറയാം.
പ്രസവകാലം എടുത്തപ്പോൾ ഭർത്തൃസമീപത്ത് എന്നിരുന്ന് കൂട്ടിൽ മുട്ടകളിട്ട് തുടങ്ങി. നോക്കൂ, വിശേഷബുദ്ധിയില്ലാത്ത പക്ഷ്യാദികൾ പോലും രതിസുഖാനുഭവത്തിലും ഭാര്യാലാളനത്തിലും പുത്രോൽപാദനത്തിലും കുട്ടികളുടെ കാര്യത്തിലും ഇതിലൊക്കെ സമർത്ഥരാണ്, പ്രത്യേകമായ ആഗ്രഹങ്ങളുള്ളവരാണ് എന്ന് കാണിക്കുന്നു. അങ്ങനെയെങ്കിൽ വിശേഷബുദ്ധിയുള്ള മനുഷ്യരുടെ പരിശ്രമം അതേ വിഷയത്തിൽ അവസാനിക്കുകയാണോ വേണ്ടത്? നമ്മളും അവരും തമ്മിൽ വ്യത്യാസം വേണ്ടേ? ഭാഗവതം ചോദിക്കുകയാണ്. അപ്പോൾ തിര്യക്കുകൾ മനുഷ്യർക്ക് ഗുരുഭൂതരായി മാറുന്നു. എങ്ങനെ? അവരെ പോലെ ആവരുത് എന്ന് അവർ പഠിപ്പിക്കുന്നു. തേഷു കാലേ വ്യജായന്ത രചിതാവയവാഹരേ ശക്തിഭിർദുർവിഭാവ്യാഭി കോമളാംഗ തനൂരുഹ. ദുർവിഭാവ്യാഭി, ആലോചിക്കാൻ കഴിയാത്ത ഹരേ ശക്തിഭി, ശ്രീഹരിയുടെ ശക്തി കൊണ്ട് രചിതാവയവ, ഉണ്ടാക്കപ്പെട്ട അവയവങ്ങളോടും കോമളാംഗ തനൂരുഹ, മനോഹരമായ ദേഹത്തോടും രോമങ്ങളോടും കൂടിയ കുഞ്ഞുങ്ങൾ കാലേ തേഷു വ്യജായന്ത, കാലത്തിൽ സമയമായപ്പോൾ ആ അണ്ഡത്തിൽ നിന്ന്, ആ മുട്ടകളിൽ നിന്നും ഉണ്ടായി. നോക്കൂ, കാലകർമ്മ സ്വഭാവം, വിഷ്ണുമായ വൈഭവം എന്താണ് എന്ന് ഒരാൾക്കും ഊഹിക്കാൻ പോലും സാധിക്കാത്ത ആ ഭഗവാന്റെ വൈഭവം കൊണ്ട് അവയവങ്ങൾ ഉണ്ടായി എന്ന് മാത്രമല്ല, അതിമനോഹരമായ ശരീരവും ദേഹത്ത് രോമങ്ങളും വളർന്നു. ഇട്ടമുട്ടകളിൽ നിന്ന് മുമ്പിൽ കുഞ്ഞുങ്ങൾ പുറപ്പെട്ടു വന്നു. നോക്കൂ, എങ്ങനെയാണ് ഈ മുട്ടകളിൽ നിന്ന് ഈ അവയവത്തോടു കൂടിയ കുട്ടികൾ ഉണ്ടായത് എന്ന് നമുക്ക് സംശയം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഭാഗവതം പറയണത്. ഭഗവാന്റെ മായാവൈഭവം എല്ലാം ഭഗവാന്റെ സങ്കല്പമാണ് എന്ന് കാണിക്കുന്നു. പ്രജാ പുപുഷതു പ്രീതൗ ദമ്പതി പുത്രവത്സലൗ ശൃണ്വന്തൗ കൂജിതം താസാം നിർവൃതൗ കളഭാഷിതൈ. പ്രീതൗ പുത്രവത്സലൗ ദമ്പതി, സന്തോഷം വന്ന അതേപോലെ പുത്രസ്നേഹമുള്ള ആ ഇണകൾ, ആ ദമ്പതികൾ, ആ മാടപ്പിറാവുകൾ പ്രജാപുപുഷതു, കുട്ടികളെ, ആ കുഞ്ഞുങ്ങളെ പോഷിപ്പിച്ചു. താസാം കൂജിതം, അവരുടെ ആ കളകൂജനം എന്നൊക്കെ പറയില്ലേ, അവരുടെ ആ ശബ്ദത്തെ ശൃണ്വന്തോ, കേൾക്കുന്നവരായിട്ടും കളഭാഷിതൈ, മധുര സംഭാഷണങ്ങളെ കൊണ്ട് നിർവൃതവും സുഖം അനുഭവിക്കുന്നവരുമായി മാറി. കുട്ടികൾ ആദ്യമായിട്ട് സംസാരിക്കുമ്പോൾ അച്ഛൻ അമ്മ എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, മനുഷ്യർക്ക് ഈ മാതിരി സുഖം മറ്റു ജീവികൾക്ക് ഇല്ല എന്നൊന്നും വിചാരിക്കേണ്ട, എല്ലാ ജീവികൾക്കും ഇതുണ്ട് എന്നാണ്. പ്രകൃതി മാതാവ്, പ്രകൃതീശ്വരി എല്ലാവർക്കും ഈ ഒരു സുഖം കൊടുത്തേക്കണു. ഈ മാതാപിതാക്കളായിരിക്കുന്ന പക്ഷികൾ, മാടപ്പിറാവുകൾ കുഞ്ഞുങ്ങളെ പ്രേമത്തോടെ വളർത്തി, അവരുടെ ശബ്ദം കേട്ടു, അവരുടെ വാക്കുകളെ ശ്രവിച്ചു. ഈ ആനന്ദം പ്രകൃതി സിദ്ധമാണ്, എല്ലാവർക്കും ഉണ്ട്. ഇതിനു വേണ്ടിയല്ല വിവേകശാലിയായ മനുഷ്യൻ ശ്രമിക്കേണ്ടത് എന്ന് ചുരുക്കം. ഈ പ്രകൃതി ബന്ധത്തിൽ നിന്ന് വിട്ടുപോകാൻ, ബന്ധങ്ങളാകുന്ന ബന്ധനത്തിൽ നിന്ന് മോചനം നേടാനാണ് ആഗ്രഹിക്കേണ്ടത് എന്ന് ഈ പക്ഷികൾ പോലും മക്കളെ ഇത്ര കണ്ട് സ്നേഹിക്കുന്നു എന്നുള്ള കാര്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. മാടപ്രാവുകൾ ഇതാണ് പറഞ്ഞു തരുന്നത്, ബന്ധുസ്നേഹം. അതിനെക്കുറിച്ച് പറയുന്നു. താസാം പതത്രൈ സുസ്പർശൈ കൂജിതൈർമുഗ്ധചേഷ്ടിതൈ പ്രത്യുദ്ഗമൈരദീനാനാം പിതരൗ മുദമാപതു. അദീനാനാം താസാം, സന്തോഷിച്ചിരിക്കുന്ന കുട്ടികളുടെ, സുസ്പർശൈ, വളരെ മൃദുവായിരിക്കുന്ന, പതത്രൈ, ചിറകുകൾ കൊണ്ടും, കൂജിതൈ, ശബ്ദങ്ങൾ കൊണ്ടും, മുഗ്ധചേഷ്ടിതൈ, ബാലലീലകൾ കൊണ്ടും, പ്രത്യുദ്ഗമൈ, എതിരേൽക്കൽ കൊണ്ടും, പിതരവും മുദാം ആപതു, അച്ഛനമ്മമാര്, അമ്മയും അച്ഛനും വളരെയധികം സന്തോഷിച്ചു. കാരണം കുട്ടികൾ ആ മൃദുവായിട്ടുള്ള രോമങ്ങൾ കൊണ്ട് മേത്ത് വന്നിങ്ങനെ സ്പർശിക്കുക, പിന്നെ എന്തെങ്കിലുമൊക്കെ ശബ്ദം ഉണ്ടാക്കുക, കൂ 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 എന്നുള്ളൊരു ശബ്ദം, അല്ലെങ്കിൽ പ്രാവിൻ്റെ ശബ്ദങ്ങൾ, പിന്നെ അതിൻ്റെ കളികൾ, ഇതാണ് ബാലലീല എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ അച്ഛനും അമ്മയും തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം, ഇതൊക്കെ കണ്ടിട്ട് അവരും വളരെയധികം സന്തോഷിച്ചു.
സ്നേഹാനുവിദ്ധഹൃദയാവന്യോന്യം വിഷ്ണുമായയാ വിമോഹിതൗ ദീനധിയൗ ശിശൂൻ പുപുഷതു പ്രജാ. വിഷ്ണുമായയാ വിമോഹിതൗ, വിഷ്ണുവിൻ്റെ മായ കൊണ്ട് മോഹിക്കപ്പെട്ട, ദീനധിയൗ ദുഃഖിച്ച അവർ, അന്യോന്യം തമ്മിൽ സ്നേഹാനുവിദ്ധ ഹൃദയവും സ്നേഹം കൊണ്ട് യോജിക്കപ്പെട്ട മനസ്സോടുകൂടിയവരായി, ശിശൂൻ പ്രജാ പുപുഷതു, ശിശുക്കളായിട്ടുള്ള തൻ്റെ കുട്ടികളെ പോഷിപ്പിച്ചു എന്ന് പറയുന്നു. അന്യോന്യ സ്നേഹം അതൊരു ബന്ധനമാണ്. ആ ഭാര്യാഭർത്താക്കന്മാർ തങ്ങളുടെ ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നു കുട്ടികളുണ്ടായപ്പോൾ. അങ്ങനെ മായാമോഹിതരായി സ്നേഹാധിക്യം കൊണ്ട് ആകുലചിത്തരായി കുട്ടികളെ വളർത്തി. കുട്ടികളുണ്ടാവുന്നത് സന്തോഷമാണ്, പക്ഷേ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ആകുലത. അങ്ങനെ ശിശുക്കളെ പോറ്റി വളർത്തി. ഏകദാ ജഗ്മതുസ്താസാമന്നാർത്ഥം തൗ കുടുംബിനൗ പരിത കാനനേ തസ്മിന്നർദ്ധിനൗ ചേരതുശ്ചിരം. ഏകദാ താസാം അന്നാർത്ഥം, ഒരിക്കൽ അവർക്ക് ഭക്ഷണം കൊണ്ടുവരാൻ, കുട്ടികൾക്ക് ഭക്ഷണം കൊണ്ടുവരാൻ. അച്ഛനും അമ്മയ്ക്കും എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കൊത്തി തിന്നാം, പക്ഷേ കുട്ടികൾക്ക് അത്രയും ആയിട്ടില്ല. അപ്പോൾ അവർക്കുള്ള ഭക്ഷണം കൊണ്ടുവരാൻ വേണ്ടി അർദ്ധിനൗ അന്വേഷിക്കുന്ന തൗ കുടുംബിനൗ ആ കുടുംബികൾ തസ്മിൻ കാനനെ ആ കാട്ടിൽ ജഗ്മതു ആ കാട്ടിൽ പലയിടത്തേക്കായിട്ട് പോയി. പരിതഹ ചിരം ചേരതു ഈ ഭക്ഷണം കിട്ടാതെ 4 ഭാഗത്തും വളരെ സമയം സഞ്ചരിച്ചു എന്ന് പറയുന്നു. ദൃഷ്ട്വാ താം ലുബ്ധക കശ്ചിൽ യദൃച്ഛാതോ വനേചര ജഗൃഹേ ജാലമാതത്യ ചരത സ്വാലയാന്തികേ. യദൃച്ഛയായിട്ട് വനേചര കാട്ടിൽ സഞ്ചരിക്കുന്ന കശ്ചിൽ ലുബ്ധക ഒരു വേടൻ, സ്വാലയാന്തികെ കൂടിൻ്റെ അടുത്ത്, ചരത താൻ ആ കൂടിൻ്റെ അടുത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രാവും കുഞ്ഞുങ്ങളെ കണ്ടിട്ട് ദൃഷ്ടുവ ജാലം ആദത്യ വല വീശിയിട്ട് ജഗൃഹേ അതിനെയൊക്കെ പിടിച്ചു എന്നാണ്. യദൃച്ഛയാ അവിടേക്ക് വന്നതാണ്. അങ്ങനെ വന്നിട്ട് ആ വേടൻ കുട്ടികളെ ഈ പക്ഷിക്കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ അതിനെ തൻ്റെ വല വീശി അതിനെ മുഴുവൻ പിടികൂടി. കപോതശ്ച കപോതീച്ച പ്രജാപോഷേ സദുത്സുകാവു ഗതൗ പോഷണമാദായ സ്വനീടമുപജഗ്മതു. പ്രജാപോഷേ സദോത്സുകൗ കുട്ടികളെ പോഷിപ്പിക്കുന്നതിൽ എപ്പോഴും താല്പര്യമുള്ള, ഗതൗ കപോതഃ കപോതീച്ച ആ വനത്തിലേക്ക് പോയ ആ കപോതവും കപോതിയും ആ മാടപ്രാവുകൾ രണ്ടും പോഷണം ആദായ ഭക്ഷണത്തെ സമ്പാദിച്ചിട്ട് സ്വനീടം ഉപജഗ്മതു തങ്ങളുടെ കൂട്ടിലേക്ക് തിരിച്ചു വന്നു എന്നാണ്. കുട്ടികളെ രക്ഷിക്കുക എന്നുള്ളതാണ് തങ്ങളുടെ കടമ എന്ന് കരുതി കുട്ടികൾക്കായിട്ടുള്ള ഭക്ഷണം തേടിപ്പോയ ആൺപക്ഷിയും പെൺപക്ഷിയും തിരിച്ചു വന്നു തങ്ങളുടെ കൂട്ടിലേക്ക്. അപ്പോഴോ കപോതി സ്വാത്മജാൻ വീക്ഷ്യ ബാലകാൻ ജാലസംവൃതാൻ താനഭ്യധാവൽ ക്രോശന്തി ക്രോശതോ ഭൃശദുഃഖിത. ജാലസംവൃതാൻ വലയിൽ അകപ്പെട്ട, ബാലകാൻ സ്വാത്മജാൻ ചെറിയ കുട്ടികളായ തൻ്റെ മക്കളെ കണ്ടിട്ട്, കപോതി ക്രോശതഃ ആ പെൺപ്രാവ് ഉറക്കെ നിലവിളിക്കുന്നു. അങ്ങനെ നിലവിളിക്കുന്നത് കണ്ടിട്ട് ഭൃശദുഃഖിത ക്രോശന്തി താൻ അഭ്യധാവൽ. നോക്കൂ, ആ കുട്ടികൾ കരയണു. അത് കണ്ടിട്ട് തള്ളയെ കണ്ടപ്പോൾ കുട്ടികളെ കണ്ടപ്പോൾ തള്ളയും കരയാൻ തുടങ്ങി. അപ്പോൾ തന്നെ മറന്നുപോയി. ആ കുട്ടികളോടുള്ള സ്നേഹം കാരണം കപോതി ആ പെൺപ്രാവ് കുട്ടികളുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി ആ വലയിലേക്ക് എടുത്തു ചാടി. ആലോചനാബുദ്ധിയില്ലാതെ ആ വലയിൽ താനും അകപ്പെടും എന്നുള്ളത് പോലും ആലോചിക്കാതെ കുട്ടികളെ രക്ഷിക്കാൻ, അതിൽ നിന്ന് രക്ഷിക്കാൻ തനിക്ക് സാധിക്കുമോ സാധിക്കില്ലയോ എന്ന് പോലും ആലോചിക്കാതെ ആ വലയിലേക്ക് സ്വയം എടുത്തു ചാടി. സാ സകൃൽ സ്നേഹഗുണിത ദീനചിത്താജമായയാ സ്വയം ചാബധ്യതശിച ബദ്ധാൻ പശ്യന്ത്യപസ്മൃതി. അജമായയാ സ്നേഹഗുണിത അസകൃൽ ദീനചിത്ത സാ
ഈശ്വരമായാൽ സ്നേഹം കൊണ്ട് ബന്ധിക്കപ്പെട്ട് അടിക്കടി വർദ്ധിച്ച ദുഃഖത്തോടുകൂടിയ ദീനചിത്താസ ആ പെൺപക്ഷി ബദ്ധാൻ വലയിൽ അകപ്പെട്ട കുട്ടികളെ പശ്യന്തിയപി കാണുന്നുണ്ടെങ്കിലും അപസ്മൃതി സ്വയം ശിച ആബദ്ധ്യത, ഇതൊക്കെ കണ്ടിട്ടും മതിമറന്ന് തൻ്റെ ബുദ്ധി വേണ്ട പോലെ പ്രവർത്തിപ്പിക്കാതെ അവളും ആ വലയാൽ ബന്ധിക്കപ്പെട്ടു. ഈശ്വരമായ കൊണ്ടാണ് വാത്സല്യാധിക്യം ആ കുട്ടികളിൽ ബന്ധനം വന്നു കഴിഞ്ഞു. പ്രതിനിമിഷം ദുഃഖം വർദ്ധിച്ചു, ആലോചനാശക്തി നശിച്ചു. ഈ വലയിൽ ചാടിയാൽ താനും ഇതുപോലെ കഷ്ടപ്പെടും, തനിക്കും രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നൊന്നും ആലോചിക്കാതെ കുട്ടികളെ മാത്രം വിചാരിച്ച് ആ കുട്ടികളെ രക്ഷിക്കണമെന്ന് മാത്രം വിചാരിച്ച് ആലോചനാബുദ്ധിയില്ലാതെ, നമ്മൾ പറയാറില്ലേ, മുൻപിൻ നോക്കാതെ ആ വലയിലേക്ക് എടുത്തു ചാടി ആ പെൺപക്ഷിയും വലയിൽ അകപ്പെട്ടു, ആ ബന്ധനത്തിൽ അകപ്പെട്ടു എന്ന് ചുരുക്കം. കപോതശ്ചാത്മജാൻ ബദ്ധാൻ ആത്മനോപ്യധികാൻ പ്രിയാൻ ഭാര്യാം ചാത്മസമാം ദീനോ വിലലാപാതി ദുഃഖിത. കപോതഹ ച, അപ്പം ആൺപക്ഷിയോ, ആത്മനാപി തന്നേക്കാൾ അധികാൻ പ്രിയാൻ കൂടുതൽ പ്രിയപ്പെട്ടവരായ, ബദ്ധാൻ ബന്ധിക്കപ്പെട്ടവരായ, ആത്മജാൻ ആത്മസമാം ഭാര്യാം ച മക്കളെയും തനിക്ക് തുല്യയായ തൻ്റെ ഭാര്യയെയും ദൃഷ്ടുവ കണ്ടിട്ട്, ദീനഹ അത്യാസക്തനും അതിദുഃഖിത വല്ലാത്ത ദുഃഖമനുഭവിക്കുന്നവനുമായി, വിലലാപ ആ ആൺപക്ഷി ഉറക്കെ കരയാനായിട്ട് തുടങ്ങിയതാണ്. തന്നേക്കാളധികം താൻ സ്നേഹിച്ചിരുന്നു തൻ്റെ ഭാര്യയെയും മക്കളെയും. തന്നെപ്പോലെ തന്നെ അവര് ആ എത്രയാണ് തനിക്ക് സ്നേഹം എന്ന് പറഞ്ഞാൽ തീരില്ല, അവരിതാ വലയിൽപ്പെട്ടിരിക്കണു. അതിദുഃഖിതനായി മാറിയ ആൺപക്ഷി പല വാക്കുകളും പറഞ്ഞ് ഉറക്കെ കരഞ്ഞും കൊണ്ട് ആ വലയിലേക്ക് എടുത്തു ചാടാൻ പോവാണ്. എന്താ കരഞ്ഞും കൊണ്ട് പറയണത്? അഹോമേ പശ്യതാപായമൽപുണ്യസ്യ ദുർമതേ അതൃപ്തസ്യാകൃതാർത്ഥസ്യ ഗൃഹസ്ത്രൈവർഗികോ ഹത. അഹോ കഷ്ടം കഷ്ടം, അല്പപുണ്യസ്യ പുണ്യം വളരെ കുറച്ച് അല്ലെങ്കിൽ പുണ്യമില്ലാത്തവൻ, ദുർമതേ ബുദ്ധികെട്ടവൻ, അതൃപ്തസ്യ തൃപ്തിപ്പെടാത്തവൻ, അകൃതാർത്ഥസ്യ ചെയ്യേണ്ടത് ചെയ്യാത്തവൻ ഒക്കെയായ മേ എൻ്റെ ത്രൈവർഗിക മൂന്ന് പുരുഷാർത്ഥത്തിൻ്റെയും സാധനമായ ഗൃഹം, ആ ഗൃഹസ്ഥാശ്രമം നശിച്ചു. ഹത എന്നാണ്. എൻ്റെ കഷ്ടാവസ്ഥ നിങ്ങൾ നോക്കൂ, ലോകത്തിനോട് പറയുകയാണ്, ഇഹത്തിലുള്ള സുഖമാണ് പ്രത്യക്ഷ സുഖം, അതിലെനിക്ക് തൃപ്തി വന്നിട്ടില്ല. ധർമ്മം, അർത്ഥം, കാമം എന്നീ മൂന്ന് പുരുഷാർത്ഥങ്ങളും സാധിക്കാനുള്ള മാർഗം അത് രണ്ടാമത്തെ ആശ്രമമായിരിക്കുന്ന ഗൃഹസ്ഥാശ്രമമാണ്. പരലോകത്തിൽ സുഖിക്കാൻ മാത്രം പുണ്യം ഞാൻ നേടിയിട്ടുമില്ല. ഇഹലോകത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു, അതുമില്ല എനിക്ക്. അതുകൊണ്ട് അല്പപുണ്യം മാത്രമുള്ള എനിക്ക് ബുദ്ധിയില്ലാതെ വന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എൻ്റെ കഷ്ടം നോക്കൂ, എൻ്റെ ബുദ്ധിമുട്ട്, എൻ്റെ വേദന നിങ്ങൾ കാണുന്നില്ലേ? അനുരൂപാനുകൂലാച യസ്യമേ പതിദേവത ശൂന്യേ ഗൃഹേ മാം സന്ധ്യജ്യ പുത്രൈ സ്വർയാദിസാധുഭി. അനുരൂപ അനുകൂല പതിദേവത യസ്യ മേ, എനിക്ക് ചേർന്നവളും അനുകൂലമായിട്ടുള്ളവളും അനുരൂപയും എൻ്റെ ഇഷ്ടം നോക്കുന്നവളും പതിദേവത ഭർത്താവിനെ ഈശ്വരനെ പോലെ കരുതുന്നവളുമായിരിക്കുന്ന പതിവ്രതയായ എൻ്റെ ഭാര്യ ശൂന്യേ ഗൃഹേ മാം സന്ധ്യജ്യ, ആരുമില്ലാത്ത എൻ്റെ ഗൃഹത്തിൽ എന്നെ ഉപേക്ഷിച്ചിട്ട് സാധുഭീ പുത്രൈ, ആ ശ്രേഷ്ഠരായ മക്കളോടുകൂടി സ്വയാതി സ്വർഗം പ്രാപിക്കണു. എൻ്റെ അപായം, എൻ്റെ ദുഃഖം, എൻ്റെ നാശം പശ്യത നിങ്ങൾ നോക്കൂ. എൻ്റെ മക്കളും ഭാര്യയും പോയപ്പോൾ എൻ്റെ ഗൃഹം ശൂന്യമായി. എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ എനിക്ക് അനുരൂപയായിരുന്നു, എനിക്ക് അനുകൂലയായിരുന്നു, എന്നെ ഈശ്വരനെ പോലെ കരുതിയവളായിരുന്നു. അങ്ങനെ എൻ്റെ പ്രിയ പത്നി കുട്ടികളോടുകൂടി സ്വർഗത്തിലേക്ക് പോണു. ഞാനിതാ ഇവിടെ ഏകനായി ഈ വേദനയും സഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിലധികം എന്ത് ബുദ്ധിമുട്ടാണ്, എന്ത് കഷ്ടമാണ്, എന്ത് ദുരന്തമാണ് എനിക്ക്
വരാനുള്ളത്. സോഹം ശൂന്യേ ഗൃഹേ ദീനോ മൃതദാരോ മൃതപ്രജ ജിജീവിഷേ കിമർത്ഥം വാ വിധുരോ ദുഃഖജീവിത. മൃതദാരഃ മരിച്ച ഭാര്യ, മൃതപ്രജ മരിച്ച കുട്ടികൾ, സാഹം അങ്ങനെയുള്ള ഞാൻ, വിധുരഃ ഭാര്യയില്ലാത്തവനായി, ദുഃഖജീവിത ദുഃഖിച്ചു ജീവനം കഴിക്കുന്നവനും, ദീനഃ കഷ്ടാവസ്ഥയിലിരിക്കുന്നവനുമായി, ശൂന്യേ ഗൃഹേ കിമർത്ഥം ജിജീവിഷേ ഈ ആരോരുമില്ലാത്ത വീട്ടിൽ ഞാൻ മാത്രം എന്തിന് ജീവിക്കണം? ഞാൻ എന്തിനാണ് ഇവിടെ ഇങ്ങനെ ജീവിക്കണത്? എൻ്റെ ഭാര്യ മരിച്ചു, എൻ്റെ മക്കൾ മരിച്ചു, എനിക്ക് ആരോരുമില്ലാതെയായി. ആരുമില്ലാത്ത ഈ വീട്ടിൽ ഞാൻ എന്തിന് ഒറ്റയ്ക്ക് കഴിയണം? താം തഥൈവാവൃതാൻ ശിഗ്ഭിർ മൃത്യുഗ്രസ്താൻ വിചേഷ്ടത സ്വയം ച കൃപണ ശിക്ഷു പശ്യന്നപ്യബുധോപതൽ. ശിഗ്ഭി ആവൃതാൻ വിചേഷ്ടത വലകളാൽ ചുറ്റപ്പെട്ട് അങ്ങുമിങ്ങും തിരഞ്ഞു പിടയുന്നവർ, മൃത്യുഗ്രസ്താൻ മരിക്കാനുള്ള അവസ്ഥയിലാകപ്പെട്ട അവരെ, പശ്യന്നബി കാണുന്നവനാണെങ്കിലും, അബുധ അറിവില്ലാത്തവനും, കൃപണഃ അത്യാസക്തനുമായ, സ്വയം ച ആ കപോതവും, ശിക്ഷു അപതൽ വലയിലേക്ക് എടുത്തു ചാടി. നോക്കൂ, തൻ്റെ ഭാര്യയും മക്കളും ആ വലയിൽ പെട്ടിരിക്കുകയാണ്. അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കണില്ല. അവരിതാ മരണത്തെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്നു. തനിക്കും അതേ അവസ്ഥയിലേക്ക് എത്തേണ്ടി വരും. അവരെ രക്ഷിക്കാൻ തനിക്ക് സാധിക്കില്ല. ഇതൊക്കെ അറിഞ്ഞിട്ടും തനിക്ക് അവരെയോ അവർക്ക് തന്നെയോ സഹായിക്കാനാവില്ല. എല്ലാവരും മരണത്തിൻ്റെ പടുകുഴിയിലേക്ക് വീഴാൻ പോവുകയാണ് എന്നൊക്കെ അറിഞ്ഞിട്ടും അതൊന്നും ചിന്തിക്കാൻ ഊഹിക്കാൻ ശക്തിയില്ലാതെ ആ ആൺപ്രാവ്, ആ കപോതം സ്വയമേവ ആ വലയിലേക്ക് എടുത്ത് ചാടി എന്നാണ്. തം ലബ്ധ്വാ ലുബ്ധകഃ ക്രൂര കപോതം ഗൃഹമേധിനം കപോതകാൻ കപോതിം ച സിദ്ധാർത്ഥപ്രയയോ ഗൃഹം. ഗൃഹമേധിനം ഗൃഹസ്ഥാശ്രമിയായ തം കപോതം ആ കപോതം ആ ആൺപ്രാവിനെയും, കപോതകാൻ ആ പ്രാവിൻ്റെ കുഞ്ഞുങ്ങളെയും, കപോതിം ച പെൺപ്രാവിനെയും ലബ്ധ്വ ലഭിച്ചിട്ട്, ക്രൂരഃ ലുബ്ധകഃ ദുഷ്ടനായ ആ വേടൻ, സിദ്ധാർത്ഥഃ അർത്ഥം സിദ്ധിച്ചവനായി, ആഗ്രഹം സാധിച്ചവനായി, ഗൃഹം പ്രയയോ തൻ്റെ ഗൃഹത്തിലേക്ക് തിരിച്ചുപോയി എന്നാണ്. നോക്കൂ, കുട്ടികളെ ആദ്യം പിടിച്ചപ്പോൾ തന്നെ ഇവന് മനസ്സിലായി ഇനി തള്ളപ്പക്ഷിയും തന്തപ്പക്ഷിയും വന്ന് പിടികൂടും. ഏതായാലും ആ ക്രൂരനായ വ്യാധൻ കപോതത്തെയും ഭാര്യയെയും കുഞ്ഞുങ്ങളെയും ഒക്കെ ഒരുമിച്ച് ഒരേ വലയിൽ പെട്ടെന്ന് കിട്ടിയപ്പോൾ വലിയ സന്തോഷത്തോടുകൂടി അവിടുന്ന് തൻ്റെ ഗൃഹത്തിലേക്ക് തിരിച്ചുപോയി. ദത്താത്രേയൻ പറയുകയാണ്, ഏവം കുടുംബ്യശാന്താത്മാ ദ്വന്ദ്വാരാമപതത്രിവൽ പുഷ്ണൻ കുടുംബം കൃപണ സാനുബന്ധോ വസീദതി. ഇപ്രകാരം ഏവം ദ്വന്ദ്വാരാമഃ സുഖദുഃഖങ്ങളിൽ രമിക്കുന്ന അശാന്താത്മ മതിവരാത്ത മനസ്സോടുകൂടിയ കുടുംബി ഗൃഹസ്ഥൻ, കൃപണഃ അത്യാസക്തനും, കുടുംബം പുഷ്ണൻ കുടുംബത്തെ പോഷിപ്പിക്കുന്നവനുമായി, സാനുബന്ധ പുത്രഭാര്യാദികളോടുകൂടി, പതത്രിവൽ അവസീദതി പക്ഷിയെപ്പോലെ നശിച്ചു പോണു. ഈ എട്ടാമത്തെ ഗുരുനാഥനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ പറയുകയാണ്? ഈ പക്ഷികളെ പോലെ അല്ലെങ്കിൽ ഈ പക്ഷിയെപ്പോലെ, ഈ ആൺപക്ഷിയെപ്പോലെ തൻ്റെ ഭാര്യയെയും മക്കളെയും വിചാരിച്ച് സ്വയം ജീവിതം നഷ്ടപ്പെടുത്തുന്ന മനുഷ്യൻ, കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി അവരോടൊപ്പം മരണത്തിലേക്ക് എടുത്തു ചാടുന്ന മനുഷ്യൻ നശിച്ചു പോവല്ലേ വെറുതെ എന്ന് ചോദിക്കുന്നു. യപ്രാപ്യമാനുഷം ലോകം മുക്തിദ്വാരമപാവൃതം ഗൃഹേഷു ഖഗവത്സക്തസ്തമാരൂഢച്യുതം വിദു. ഏതൊരാളാണോ അപാവൃതം മുക്തിദ്വാരം തുറന്നു കിടക്കുന്ന മുക്തിമാർഗമായ മാനുഷം ലോകം പ്രാപ്യ മനുഷ്യ ജീവിതത്തെ കിട്ടിയിട്ടും, ഖഗവൽ പക്ഷിയെപ്പോലെ, ഗൃഹേഷു സക്ത ഗൃഹങ്ങളിൽ ആസക്തനായി, തം ആരൂഢച്യുതം അവനെ മുകളിൽ കയറിയിട്ട് വീണവൻ എന്ന് അറിയുന്നു എന്നാണ്.
മുക്തിദ്വാരമാണ് മനുഷ്യദേഹം. അങ്ങനെ ഏറ്റവും ഉത്തമമായ മനുഷ്യജന്മം കിട്ടിയിട്ടും വിവരമില്ലാതെ, വിവേകമില്ലാതെ, വികാരങ്ങൾക്കടിമപ്പെട്ട് ഈ പക്ഷികളെപ്പോലെ ഭാര്യാപുത്രാദി വിഷയങ്ങളിലുള്ള താല്പര്യം കൊണ്ട് ഈ ജന്മത്തെ വ്യർത്ഥമാക്കി കളയുന്ന ആളുകളെ എന്തു പറയണമെന്നാ പറയണത്? ആരൂഢച്യുതം വിദു, മുകളിൽ കയറിയിട്ട് വീണവൻ എന്ന് പറയണം. മരത്തിൻ്റെ മുകളിൽ വരെ എത്തി, അത് കഴിഞ്ഞ് കയ്യങ്ങോട്ട് വിട്ടു, നേരെ താഴേക്ക് വീണു. ഈ കപോതപക്ഷിയെ പോലെ, ഈ മാടപ്രാവിനെ പോലെ കുടുംബാസക്തനായി നശിക്കുന്നത് നന്നല്ല എന്ന് ഞാൻ പഠിച്ചു. ദത്താത്രേയൻ പറയുകയാണ്. അതുകൊണ്ട് എട്ടാമത്തെ ഗുരു ഈ മാടപ്രാവുകളാണ്. ബന്ധുസ്നേഹം ദുഃഖത്തിന് കാരണമാണ് എന്ന് എന്നെ പഠിപ്പിച്ചത് ഈ മാടപ്രാവുകളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവധൂതോപാഖ്യാനം എന്ന 7ാമത്തെ അധ്യായം, ഏകാദശ സ്കന്ധത്തിലെ 7ാമത്തെ അധ്യായം ഇന്ന് സമർപ്പിക്കുന്നത്. നാളെ 8ാമത്തെ അധ്യായം. ഹരേ നമഃ. ഞങ്ങൾ രതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി. സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം. പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം. നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം, ജ്ഞാനം, ഭക്തി എന്നിവ നൽകിയിടും. വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം. നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം. നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു. കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ
ശരണം മേ തവ ചരണയുഗം ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.